ആരുടെയെങ്കിലും പ്രീതിക്ക് വേണ്ടി നിലപാടുകളിൽ ഒരിക്കലും വെള്ളം ചേർത്തിട്ടില്ല ഈ നേതാവ്. തനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറഞ്ഞിട്ടുമുണ്ട്. അതുതന്നെയാണ് റിജിൽ മാക്കുറ്റിയെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാക്കി മാറ്റിയത്. ആ നോ കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ അത് RSSനോടായാലും CPM-നോടായാലും അതിനകത്ത് ഒരു തരത്തിലും വെള്ളം ചേർക്കുക എന്നുള്ള ഒരു നിലപാട് എനിക്കില്ല. അതിശക്തമായി അവർക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. AK ആന്റണിയെ ഒറ്റിയ യൂദാസാണ് അനിൽ ആന്റണി. അനിൽ ആന്റണി AK ആന്റണിയുടെ മകൻ എന്നപ്പുറത്തേക്ക് അയാൾക്ക് അർഹിക്കാത്ത ഒരു സൗകര്യം പാർട്ടിയുടെ നേതൃത്വം കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ്. മകൻ യൂദാസായി പിറക്കുന്നു എന്ന് പറയുന്ന പോലെ അനിൽ ആന്റണി അദ്ദേഹത്തിൻ്റെ ഒരു മകനായി സ്വന്തം അച്ഛൻ്റെ ഐഡന്റിറ്റിയെ, അദ്ദേഹത്തിൻ്റെ ലെഗസിയെ ഒറ്റുകൊടുത്ത ഒരു ചെറുപ്പക്കാരനാണ്. കോൺഗ്രസിൽ ഒരേ ആളുകൾ തന്നെ സ്ഥിരമായി മത്സരിക്കുന്നത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇത് നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ടേം സംവിധാനം കോൺഗ്രസിലും അത്യാവശ്യമാണ്. പാർട്ടിക്കകത്ത് അങ്ങനെ അത്തരമൊരു വിഷയങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പാർട്ടി പുതുമുഖങ്ങൾ ഒരുപാട് പരീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ട്രെൻഡിന്റെ ഭാഗമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ പുതുമുഖങ്ങൾ മാത്രം വന്നുകൊണ്ട് അല്ല, അത്തരം സീറ്റുകൾ മാത്രമല്ല പിന്നെ വിജയിക്കാൻ പറ്റുന്ന സീറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ അവർക്കൊക്കെ അവർ മത്സരം നടത്തിയതിനപ്പുറത്തേക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. സംസ്ഥാനത്ത് ഇത്തവണയും UDFന്റെ തരംഗം തന്നെയാണ് റിജിൽ മാക്കുറ്റി പ്രതീക്ഷിക്കുന്നത്. അതിനനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. റിജിൽ മാക്കുറ്റിക്കൊപ്പമുള്ള ക്വസ്റ്റ്യൻ അവർ മാർച്ച് 10 ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.